ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഡേ ഇൻ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. അതിൽ ഉച്ചക്കത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ വൈകുന്നേരം ഉണ്ടാക്കുന്ന ഒരു സ്നാക്സിന് റെസിപ്പിയും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം കേട്ടോ. അതേപോലെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കിന്ന് സിമ്പിളായിട്ട്, അതായത് ഇന്നൊരു പരിപ്പ് കറി വെച്ചിരുന്നു. പിന്നെ പരിപ്പ് കറിയുടെ ഒപ്പം എന്തായാലും നമുക്ക് ഉണക്കമീൻ നല്ല സൂപ്പറല്ലേ, അപ്പോൾ പിന്നെ ഉണക്കമീൻ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് റെസിപ്പീസ് ആണ് ഞാൻ കാണിക്കുന്നത്. അതേപോലെ രാവിലെ തന്നെ പുട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ രാവിലെ ചായയൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞു. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ പുട്ടിൻ്റെ ഒപ്പം കടലക്കറി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഉച്ചക്കത്തേക്ക് പരിപാടിയൊക്കെ നോക്കിയത്. അപ്പോൾ എന്തായാലും വേഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റണത് പരിപ്പൊക്കെയാണല്ലോ. പരിപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണിയൊക്കെ കഴിയും. പിന്നെ പരിപ്പും പിന്നെ ഉണക്കമീൻ വറുത്തതും, അതിൻ്റെ ഒപ്പം ഒരു ഉണക്കമീൻ വറുത്തതുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു കറി നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പം പരിപ്പുണ്ടായിരുന്നു, ഉണക്കമീൻ വറുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഉണക്കച്ചമീനും വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് എൻ്റെ റെസിപ്പീസൊക്കെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ മാന്തളാണ് ഞാൻ എടുത്തേക്കണേ. ഞാനിത് ഇതിന് മുമ്പത്തുള്ള വീഡിയോയിലൊക്കെ ഞാനിത് ചെയ്തിട്ടുണ്ട്. ഞാൻ മാന്തൾ മീൻ എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് എടുക്കാമല്ലോ. അപ്പം അത് വറുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചാളക്കയിൽ അയിലക്കയിൽ നല്ല വിലയാണ്, നമുക്ക് അടുക്കാൻ പറ്റാത്തത്ര വിലയാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് തട്ടിക്കൂട്ട് കറികളൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ദിവസവും. അപ്പം മാന്തളൊക്കെ വറുത്ത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ ശേഷം കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഉണക്കച്ചെമ്മീൻ്റെ ഒരു ചെറിയ റോസ്റ്റ് പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, സവാളയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. കുറച്ച് ചെമ്മീൻ നല്ലോണം ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് തലയൊക്കെ കളഞ്ഞിട്ടതാണ് കേട്ടോ. അതിൽ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്, മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെക്കാം കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഈ ചെമ്മീനൊക്കെ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ മസാല തേച്ച് വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ, അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ സവാളയാണ് ആവശ്യമുള്ളത്, കുറച്ചധികം സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കുറച്ചും കൂടി വെളിച്ചെണ്ണ അതിലൊഴിക്കുക കേട്ടോ. ഈ ചെമ്മീൻ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഈ സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല, സിമ്പിളായിട്ട് നമുക്ക് സവാള മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വാട്ടാം കേട്ടോ. നന്നായി വാടിക്കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ, ആദ്യം വറുത്ത് വെച്ച ചെമ്മീൻ, അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഉണക്കച്ചെമ്മീൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി ഉണ്ടാക്കുന്നത് ഒരു പരിപ്പാണ് കേട്ടോ താളിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ചതച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വാട്ടാം കേട്ടോ. അതിന് മുമ്പ് ഞാൻ പരിപ്പെടുത്ത് ഉപ്പുപൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ പരിപ്പ് വേവിക്കണത് എനിക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ വീഡിയോ. അപ്പോൾ അതേ ഞാൻ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടിയാണ് ഈ ഉള്ളിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചതാണ് ഞാൻ പരിപ്പ്. കണ്ടോ, മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ട് വേവിച്ചതാണ്. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ഉള്ളിയിലായാലും ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴായാലും നമുക്ക് ചേർക്കാമല്ലോ. അപ്പോൾ ഈ പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഞാൻ മക്കൾ ഇതൊന്നും കഴിക്കാത്ത കാരണം അവർക്ക് കുറച്ച് ചിക്കൻ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഉപ്പുപൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാലയുണ്ട് ഞാൻ ഉപയോഗിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല അതിൽ ഉപയോഗിക്കാം. പിന്നെ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് കേട്ടോ, അതിപ്പോൾ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് തൈരാണ്, ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കറിവേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് കുറച്ച് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ.
ചിക്കൻ കുറച്ചധികം നേരം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തോ നേരം വെക്കാന്ന് വെച്ചാൽ അത്രയും മസാല അതിൽ പിടിക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചിക്കൻ വറുത്തെടുത്തട്ടോ. അപ്പോൾ അതും ആയി ഉച്ചക്കത്തേക്ക്. പരിപ്പൊന്നും കൂട്ടൂല കുട്ടികൾ, അതുകൊണ്ടാണ് ഞാൻ ചിക്കനൊക്കെ അവർക്ക് ചിക്കനൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചിക്കൻ വറുത്ത് കൊടുക്കുന്നത്. അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വറുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിക്കൻ വറുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ ചിക്കൻ. ഇതേപോലെ ഉണ്ടായി നല്ല ടേസ്റ്റാണോ. നമ്മൾ തൈരൊക്കെ ചേർക്കണം, നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും ചിക്കൻ. പിന്നെ ഇതെല്ലാം കൂട്ടിയാണ് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. അച്ചാറുണ്ടായിരുന്നു, പിന്നെ ഉണക്കച്ചെമ്മീൻ്റെ റോസ്റ്റ് പോലെ ഉണ്ടാക്കിയത്, കടലക്കറി രാവിലത്തെ ഉണ്ടോ കടലക്കറി, പിന്നെ നമ്മുടെ ഉണക്കമീനില്ലേ അത് വറുത്തത്, പിന്നെ പരിപ്പ്. ഇത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ, വൈകുന്നേരത്തെ ഒരു ഇതാണ് കാണിക്കുന്നത് ഇപ്പോൾ വീഡിയോ. ചക്ക ഉണ്ടായിരുന്നു കേട്ടോ, ഒരു വലിയ ചക്ക ഉണ്ടായിരുന്നു. അപ്പം അത് മുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും വലിയ മധുരമില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മഴയൊക്കെ പെയ്ത കാരണം വെള്ളം കയറിയിട്ടാണ് തോന്നുന്നു, അധികം മധുരം ഉണ്ടായിരുന്നില്ല ചക്കയിൽ. അപ്പം ഞാൻ ചക്ക കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത്രയും ചക്കയാണ് ഞാൻ എടുത്തേക്കുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മുടെ ആട്ടപ്പൊടി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ രണ്ട് ഉണ്ടപോലത്തെ ശർക്കരയാണ് കേട്ടോ എടുത്തേക്കുന്നത്, ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതേ ശർക്കര പാനിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മുടെ ഈ ചക്ക ഒന്ന് മിക്സിയിലിട്ട് അടിക്കുക കേട്ടോ. അപ്പോൾ ചക്കയിൽ നമ്മൾ ഏലക്കായ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയ ശർക്കര പാനി ഉണ്ടല്ലോ അത് കുറേശ്ശെ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ മിക്സിയുടെ ജാറിൽ. നന്നായിട്ട് അരക്കണേ, എന്ന് വെച്ചാൽ കട്ട പോലെ കിടക്കരുത് ചക്ക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ആ സമയത്ത് വൈകുന്നേരം ഉണ്ട് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ നല്ല മഴ പെയ്യുണ്ടായിരുന്നു കേട്ടോ. മഴയുണ്ടായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ്, കാണാൻ നല്ല രസം തോന്നി. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചക്ക അരച്ചത്, ചക്കയും പിന്നെ ശർക്കര പാനിയും കൂടി അരച്ചത് കേട്ടോ. ഏലക്കായ ഇട്ടിട്ടുണ്ട്, അത് ആ മിക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആട്ടപ്പൊടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ചക്ക അരച്ചതിൽ ആട്ടപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ച് കട്ടയായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കര പാനിന്ന് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അളവ് മതിയായിരുന്നു മാവിൻ്റെ, ഇതായിരുന്നു കേട്ടോ കറക്റ്റായിട്ടുള്ള അളവ്. പക്ഷെ ഞാൻ കുറച്ചും കൂടി ശർക്കര പാനി ഇട്ട് കൊടുത്തപ്പോഴേക്കും ഈ ഒരു അളവായി പോയിട്ട് നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു ഇതിലായിപ്പോയി. പിന്നെ ഞാൻ കുറച്ചും കൂടി ശർക്കര പാനി ഇട്ട് കൊടുത്തപ്പോൾ അങ്ങനെ ഞാൻ ശർക്കര പാനി ഇട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി, കുറച്ച് ഉപ്പ് കേട്ടോ, നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. സോഡാപ്പൊടി നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി ആ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ കുറച്ച് തേങ്ങ ഉണ്ടല്ലോ അതൊന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് ഇതിൽ ചേർക്കാം കേട്ടോ. നെയ്യ് കട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ കുറച്ചേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്, അത് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ തന്നെ ഉണ്ടാക്കാം കേട്ടോ ഉണ്ണിയപ്പം. ഇത് അധികം നേരം വെക്കണമെന്നും ആവശ്യമില്ല കേട്ടോ, എന്ന് വെച്ചാൽ സോഡാപ്പൊടി ഇട്ടതല്ലേ. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു കേട്ടോ. ഈ മാവ് നമുക്ക് ഉണ്ണിയപ്പം എനിക്ക് ശരിയായി കിട്ടിയില്ലായിരുന്നു. അതായത് ഉണ്ണിയപ്പം ഇങ്ങനെ കട്ടയൊക്കെ പിടിച്ച പോലെയായി, അടിയിലൊക്കെ പിടിച്ച പോലെയായി. അതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ആട്ടമാവ് ഇതിൻ്റെ മാവിൽ ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി കേട്ടോ. മാവ് കുറച്ച് ലൂസായിരുന്നല്ലോ, അതൊന്നും ഇങ്ങനെ ആക്കി. അതിന് ശേഷം ഞാൻ ഉണ്ണിയപ്പിട്ടപ്പോൾ നോക്കി നല്ലോണം പൊങ്ങിയൊക്കെ വന്നു. നന്നായിട്ട് എനിക്ക് കിട്ടി കേട്ടോ, അടിയിലൊന്നും പിടിച്ചില്ല, നല്ല സോഫ്റ്റായിട്ട് ഉണ്ണിയപ്പം കിട്ടി കേട്ടോ. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കണത് യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ടുണ്ട് ഞാൻ എല്ലാം ഉണ്ടാക്കുന്നത്. അതാണ് അതിൻ്റേതായ തെറ്റുകളൊക്കെ ആദ്യം എനിക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ തന്നെ അത് നോക്കി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്തപ്പോഴേക്കും എനിക്കത് കറക്റ്റായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ. കണ്ടോ ഉണ്ണിയപ്പം നന്നായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ എനിക്ക്. കണ്ടില്ലേ, ഫസ്റ്റ് എനിക്ക് നന്നായിട്ട് കിട്ടിയില്ല കേട്ടോ. ഞാൻ കുറച്ചും കൂടി ആട്ടപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് നന്നായിട്ട് കിട്ടിയത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ആ മാവിൻ്റെ ഇത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ദോശമാവിൻ്റെ ഒരു പരിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പച്ചട്ടി അത് ഇങ്ങനെ വിട്ട് പോരില്ല, എണ്ണയൊക്കെ കുടിച്ച് നിൽക്കും. ഇതാകുമ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ടും കിട്ടി എനിക്ക്, നല്ല ഇതിൽ കിട്ടിയായിരുന്നു കേട്ടോ. അതേ കണ്ടോ,
ഉള്ളാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യം പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അതേപോലെ ഒന്ന് കമൻറ്റും ചെയ്യാം കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.